ഇതാ പറഞ്ഞേ, അഡ്വക്കേറ്റ് സ്റ്റീഫൻ തേനിക്കാടൻ ഈ വീട്ടിൽ കാലുകുത്തിയാൽ അത്ഭുതം സംഭവിക്കുന്ന ഉറപ്പായില്ലേ? വന്നല്ലോ. നീ ഇതെവിടെയായിരുന്നു മോളെ? ലൈബ്രറി പോയതാ അമ്മേ. എന്താ എല്ലാവർക്കും വലിയ സന്തോഷം? മോളെ, ഒരു ഗ്ലാഡ് ന്യൂസ്. അന്ന് പപ്പയുടെ എക്സിബിഷൻ ഇനോഗ്രേറ്റ് ചെയ്യാൻ വന്ന BK മേനോനില്ലേ, അയാളുടെ റോയൽ ടിവിയിൽ നിനക്കൊരു ജോലി. ഉടനെ ജോയിൻ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ വൈകിക്കുന്നേ? നാളെ തന്നെ പോവാം. സത്യമാണ് പപ്പ. പിന്നെ ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? എന്നാ ഞാൻ ഈ കാര്യം എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കട്ടെ. എന്നതാ മാതച്ച ഇങ്ങനെ വെരികിനെ പോലെ ഇരിക്കപ്പെടുന്നില്ല നടക്കുന്നേ? നിനക്കറിയില്ല, നിന്റെ സർട്ടിഫിക്കറ്റുകളും കാസറ്റുകളും കൊടുത്തിട്ടുണ്ടെങ്കിലും അവരെന്താണ് തീരുമാനിക്കാൻ പോണെന്ന് അറിയില്ലല്ലോ. മന്ത്രിയുടെ ഉത്തരവല്ലേ മാത്തച്ചായ? തന്നില്ലെങ്കിലേ അവന്മാരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യില്ല നമ്മള് മന്ത്രിയെ കൊണ്ട്. മിസ്റ്റർ മാത്യു ഫിലിപ്പ്, ഞാനാ ജെയിം വിളിക്കുന്നു. എടാ, ഒന്ന് പ്രാർത്ഥിക്കെങ്കിലും ചെയ്യടാ. പപ്പ വരുന്നില്ലേ? മോള് പോയി വാ, ഞാൻ ഇറങ്ങുന്നില്ല. എന്ന് ഞാൻ പോയിട്ട് വരട്ടെ പപ്പ. നീ എന്താ ഇവിടെ? ഞാനല്ലേ ആദ്യം ചോദിച്ചു, നീ പറ. പതുക്കെ പറ, ഇതൊരു ഓഫീസാ. ഞാനെന്ന് പറഞ്ഞില്ലേ മാത്തച്ചാൻ ഒരു കടലാസ് ഒപ്പിടിവെച്ച കാര്യം? ഇതിനായിരുന്നു മന്ത്രിയുടെ റെക്കമെൻഡേഷനിൽ എനിക്കൊരു ജോലി ഇവിടെ ഫീച്ചർ പ്രോഗ്രാമിംഗിൽ ട്രെയിനി ആയിട്ട്. ഇനി പറ, നീ എന്താ ഇവിടെ? പപ്പയുടെ പെയിന്റിംഗ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത മേനോൻ സാറിന്റെ വക എനിക്ക് ഇവിടെ ഒരു ജോലി, ഫീച്ചർ പ്രോഗ്രാമിംഗിൽ തന്നെ. പക്ഷെ ജോലി കിട്ടിയ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പറയാനായിരുന്നു ഞാനിന്ന് മാത്തച്ചാന്റെ വീട്ടിൽ നിന്ന് വിളിച്ചത്. ഞാനാണെന്ന് മനസ്സിലാക്കിയപ്പോ നിനക്കൊന്ന് തിരിച്ചു വിളിക്കായിരുന്നു. അയ്യ, പിന്നെ വിളിച്ചില്ലെന്നായിരിക്കും വിചാരം. ഞാൻ നിന്റെ വീട്ടിൽ ചെന്ന് നമ്പർ വാങ്ങിച്ചിട്ടാ വിളിച്ചെ. എന്നിട്ടും തന്നെ കിട്ടാഞ്ഞ? ചേട്ടനും അനിയനും കൂടി എങ്ങോട്ടോ കറങ്ങാൻ പോയതുകൊണ്ട്. അതൊന്നുമല്ല, എനിക്കറിയാം. ജോലി കിട്ടിയ കാര്യം രഹസ്യമാക്കി വെക്കാൻ ശ്രമിച്ചു നീ എന്നോട് പോലും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് വെച്ചോ. ഏതായാലും നമുക്ക് രണ്ടാൾക്കും ഒരിടത്തായല്ലോ ജോലി. ഇനിയിപ്പൊ ആരെയും പേടിക്കണ്ട, നമുക്ക് ഇവിടെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കാം. എന്താ നിങ്ങളുടെ പ്ലാനിങ്? ഫാമിലി പ്ലാനിങ് ഒക്കെ കല്യാണം കഴിഞ്ഞ് തീരുമാനിക്കൂ. നിന്നോട് എന്ത് ചോദിച്ചാലും ഇങ്ങനെ തർക്കുത്തരം പറയാനല്ലേ അറിയാവൂ. മായ എന്ത് പറയുന്നു? ഭാവിയിലെ കാര്യങ്ങളൊക്കെ സജിയുടെ ഇഷ്ടത്തിന് തന്നെ വിട്ടിരിക്കുക. ഭാവിയിലെ കാര്യമല്ല ചോദിച്ചത്, വായിലേക്ക് എന്തെങ്കിലും ഇടുന്ന കാര്യമാണ്. ചെലവ് ചെലവ് ഞം 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 ഞം. അതിന് ജോലി കൈ കിട്ടിയില്ലല്ലോ. കൂടുതലൊന്നും പറയണ്ട. അതെ, ഞങ്ങൾ അറിയിക്കാൻ നിങ്ങൾ രണ്ടിനും കൂടെ ഒപ്പിച്ച് പണിയല്ലേ, എന്നിട്ടിപ്പോ കൈ നടത്തുക. അളിയ, കൺഫർമേഷൻ പോലും ആയിട്ടില്ല. അത് മാത്രമല്ല, ഒരാളുടെ വേക്കൻസിക്ക് ഇതേ 2 പേരാ. അതിലിപ്പോ ആർക്കാ കിട്ടുക എങ്ങനെ ഉറപ്പ് പറയാനാ? ചിലപ്പോ നിങ്ങക്ക് 2 ആൾക്കും കിട്ടും ജോലി. കിട്ടിയ പോലെ തന്നെ. ഏതായാലും നിങ്ങളിൽ ഒരാൾക്ക് ജോലി ഉറപ്പാണോ? അതെ, എനിക്ക് വേണ്ട, സജിക്ക് കിട്ടട്ടെ. എനിക്കൊന്നും വേണ്ട. സീരിയലിന്റെ ലോകം വിട്ടുപോകാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ജോലി നിനക്ക് കിട്ടിയാ മതി. എനിക്ക് വേണ്ട, നീ ആഗ്രഹിച്ചതല്ലേ. അപ്പൊ ഞാൻ ആഗ്രഹം മാറ്റി, നീ എടുത്തോ. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. എനിക്ക് ജോലി ഇനി ഇതിനായിട്ടൊരു പ്രശ്നം വേണ്ട. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടെങ്കിൽ ഞാൻ തന്നെ ജോലി ഏറ്റെടുത്തോളാം. അതെ, നിങ്ങൾ രണ്ടാളും ആർക്ക് ജോലി വേണമെന്നുള്ളതിനെ കുറിച്ച് ഇവിടെ കിടന്ന് തർക്കിച്ചോ. പക്ഷെ ജോലി സ്ഥലത്താവരുത്. നിങ്ങളുടെയും അരഞ്ചിട്ട് പ്രേമ അവരാരെങ്കിലും അറിഞ്ഞാലേ രണ്ടാളും കൂടിയുള്ള കള്ളക്കളിയാണെന്ന് വിചാരിച്ച് രണ്ടിനെങ്കിൽ പറഞ്ഞു വിടും. അതുകൊണ്ട് അവിടെ നിങ്ങൾ പരിചയഭാവം പോലും നടിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതെ, കിട്ടിയ ചാൻസ് നഷ്ടപ്പെടുത്തരുത്. ആർക്ക് ജോലി കിട്ടിയാലും നമുക്ക് കടം വാങ്ങാൻ ഒരാളായില്ല. ഇങ്ങനെ വളവളാന്ന് വാച പഠിക്കാതെ. അതെ, അല്ല, ചെലവ് നടത്തുന്നെങ്കിൽ നടത്ത്. അത് ശമ്പളം കിട്ടിയിട്ട് നടത്താം അല്ലേ? ശമ്പളം കിട്ടിയ ശമ്പളത്തിന്റെ പാർട്ടി, ഇപ്പൊ ശമ്പളം കിട്ടാൻ പോണതിന്റെ പാർട്ടി. ചെലവ് തീറ്റ. പൈസ അല്ലേ വേണ്ടോ? തൽക്കാലം ഇത് പണയം വെക്കാം. എന്താടോ പറയുന്നത്? കാശില്ലാന്ന് പറഞ്ഞ അവന്മാർക്ക് മനസ്സിലാവും. എല്ലാരും ആശിച്ചിരിക്കല്ലേ. ഇനി എന്നാ ഇതുപോലൊന്ന് കൂടാന്ന് പറയാൻ പറ്റില്ലല്ലോ. തൽക്കാലം ഞാൻ പറയുന്ന അനുസരിക്ക്. നമുക്ക് ശമ്പളം കിട്ടുമ്പോ തിരിച്ചെടുക്കാലോ.
സംസാരിക്കാൻ സമ്മതിക്കൂല. രാവിലെ എന്നോട് പാരകൾ വന്ന് കയറിക്കോളൂ. ചേട്ടാ പോവാം. പോവാ. പതുക്കെ. അയ്യേ വണ്ടി പേന കിടക്കുന്നോടത്താണോ വന്ന് നിൽക്കണേ? താങ്ക് യു. ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ശങ്കുളായി പ്രശ്നം. അടുത്ത കണ്ണുകൂട്ടൻ. ഞാൻ സുന്ദരനാ? അത് സ്വയം അങ്ങ് തീരുമാനിച്ചാ മതിയോ? എന്തോ കാണാൻ സുന്ദരനാണെന്ന്. സജി കണ്ണാണൻ വയ്യാത്ത ആളല്ലേ? വേറെ ആരെങ്കിലും പറ്റിക്കാൻ പറഞ്ഞു കാണും ഇയാള് സുന്ദരനാണെന്ന്. ഞാൻ കണ്ണുപൊട്ടണമൊന്നുമല്ല, ഇവിടുത്തെ ചീഫ് പിയൂണാ. എന്റെ പേരാണ് സുന്ദരൻ. നിങ്ങൾ രണ്ടാളും ഇവിടെ പുതുതായി ജോയിൻ ചെയ്യാൻ വന്നവരല്ലേ? അതെ. ഓഹോ, അപ്പോഴേക്കും അങ്ങ് പരിചയപ്പെട്ടു, കൊഞ്ചി കൊടയിലായി. ഇതെന്താ ചന്തയാണെന്ന് വിചാരിച്ചോ? സോറി സാർ. കുട്ടി സാറിനൊന്നും വിളിക്കണ്ട, ചേട്ടാന്ന് വിളിച്ചോളൂ. സോറി ചേട്ടാ. പിടിക്കൂ. ഓ, ഇതെന്തിനാ നിക്കറൂരി കൈ പിടിച്ചേക്കണേ? അയ്യോ ഇത് ബാഗാ. എന്റെ കൂടെ വരൂ, GM-നെ കാണാൻ സമയമായി. കൊള്ളാം. അപ്പോ നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ആ കോമ്പറ്റീഷൻ അല്ലേ? ഫ്രണ്ട്സോ? അതെ, ഒരേ നാട്, പഠിച്ചത് ഒരേ കോളേജിൽ. അങ്ങനെയാവുമ്പോ തികച്ചും അൺഫെമിലിയർ ആവില്ലല്ലോ. കോളേജ് വെച്ച് ഞാൻ ഈ കുട്ടിയെ കണ്ടതായി പോലും ഓർക്കുന്നില്ല. പിന്നെ ജൂനിയേഴ്സുമായി ഞാൻ അത്ര മിങ്കിൾ ചെയ്യാറില്ല. ഓക്കെ ഓക്കെ, ഫ്രണ്ട്സ് ആണോ പരിചയമില്ലാത്തവരാണോ എന്നൊന്നും എനിക്ക് പ്രശ്നമല്ല. ഐ വാണ്ട് കോമ്പറ്റീഷൻ. രണ്ടാളും പരസ്പരം മത്സരിക്കണം. ജോലിക്കെടുത്തതിന്റെ ഒന്നാമത്തെ കണ്ടീഷൻ തന്നെ അതാണ്. വെൽ, ചീഫ് പ്രോഗ്രാം എക്സിക്യൂട്ടീവിന് ചെന്ന് കാണും. ഹി വിൽ ടെൽ യു വാട്ട് ടു ഡു. ഓക്കെ ഓക്കെ. മേ കം ഇൻ സർ? യെസ്. വരൂ. ഇവര് പുതുതായി വന്ന പ്രോഗ്രാം ട്രെയിനികളാ. താൻ പുറത്തേക്ക്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അല്ല, സാറ് പറഞ്ഞു പുറത്ത് നിൽക്കാൻ. പക്ഷെ ഞങ്ങൾ ആരെ പുറത്ത് നിൽക്കണെന്ന് പറഞ്ഞില്ല. അതാ ഒരു താൻ പുറത്ത് നിന്നാ മതി. ഓ, നിങ്ങളോടല്ല പുറത്തേക്കാൻ പറഞ്ഞത്, സുന്ദരനോടാ. താനവിടെ നിന്നേ. തനിക്കെന്താ കണ്ണിന് വല്ല അസുഖമുണ്ടോ? പിന്നെന്തിനാ ഈ ഗ്ലാസ് വെച്ചിരിക്കുന്നത്? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതുപോലെ കോപ്രായം കാണിച്ചോണ്ട് ഇവിടെ വരരുതെന്ന്? സോറി സാർ. നിങ്ങളിരിക്കും.